MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോഴും നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ പല ക്ലബ്ബുകളും ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ISL നടക്കാത്തത് കാരണം. നമുക്കറിയാം, പല രാജ്യങ്ങളിലും പല ലീഗുകളും തുടങ്ങിയിട്ട് പകുതിയേറെ സീസണുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ് ഇപ്പോഴും തുടങ്ങാത്തത്. നവംബറിൽ തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഡിസംബറിൽ തുടങ്ങും എന്ന് ആദ്യം അവർ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഇതുവരെ ഇവിടുത്തെ ലീഗ് തുടങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്കസ് മർക്കുലാവയാണ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ 3 കളി കളിച്ചിരുന്നു. രാജസ്ഥാൻ, മുംബൈ സിറ്റി, അതുപോലെ തന്നെ ഡൽഹി FC. ഈ മത്സരം കഴിഞ്ഞതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പല ക്ലബ്ബുകൾക്കും വന്നിരിക്കുന്നത്. സൂപ്പർ കപ്പ് കളി കഴിഞ്ഞതോടുകൂടി പല ക്ലബ്ബുകൾക്കും ഇപ്പോൾ മത്സരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ക്ലബ്ബുകളും ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ AFFൻ്റെ ഓരോ ചെച്ചത്തരം കാരണമാണ്. അവർക്ക് FSDയിൽ ആദ്യം നേരത്തെ ഒരു ഓഫർ നൽകിയപ്പോൾ അത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതെന്ത് കാരണം? അവർക്ക് പൈസ വേണം തോന. അതുകൊണ്ട് മാത്രമായിരുന്നു, അവരുടെ അഹങ്കാരത്തിനായിരുന്നു ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ AFFന് ഒരു ബിഡ് പോലും ഒരു ആൾക്കാരും ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതൊരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടീമിന് വലിയ ഒരു പ്രശ്നം തന്നെയായിരിക്കും, ഇന്ത്യൻ ലീഗിന്. അതുപോലെ തന്നെ നമുക്കറിയാം, പല ക്ലബ്ബുകളും പല താരങ്ങളെയും ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ വില കൊടുത്തുകൊണ്ട് ആയിരുന്നു പല താരങ്ങളെയും സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് തന്നെ പല താരങ്ങളെയും ഈ സീസണിന് വേണ്ടി 3 താരങ്ങളെയാണ് ഒറ്റയടിക്ക് സൈൻ ചെയ്തിട്ടുള്ളത്. കോൾഡോബിയറ്റോ, തിയാഗോ അൽവെസ്, അതുപോലെ തന്നെ ഹുവൻ റോഡ്രിഗസ്. ഇവരെല്ലാം ഇനി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ പ്രശ്നം കാരണം. ഇതുപോലെ തന്നെയാണ് പല ക്ലബ്ബുകളുടെയും അവസ്ഥയും. അതുപോലെ തന്നെ ഒഡീഷ FC ആണെങ്കിൽ ഈ സൂപ്പർ കപ്പിൽ കളിച്ചിട്ടും കൂടിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെയും ട്രെയിനിങ് സെക്ഷൻ നിർത്തിവെക്കാൻ പോവുകയാണ്. ഇന്നലെയായിരുന്നു മോഹൻ ബഗാനും അവരുടെ ട്രെയിനിങ് സെക്ഷൻ നിർത്തിവെച്ചത്. ഇനി എന്നാണ് ISL തുടങ്ങുന്നത് എന്നുള്ളത് ഇപ്പോഴും പല ആരാധകർക്കായാലും പല ISL ക്ലബ്ബുകളുടെ മാനേജ്മെൻറ്റിനും കളിക്കാർക്കും ഇപ്പോൾ വലിയ ഒരു പേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി എന്ന് നടക്കും എന്നുള്ളത് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ല. എത്രയും പെട്ടെന്ന് നടന്നാൽ അത്രയും നല്ലത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.